ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, അന്ന് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൽ ഒരാൾ പ്രസവിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അവർക്ക് കാണാൻ പോകാൻ വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മേടിച്ചത് ഞങ്ങൾ മണ്ണാർക്കാട് എത്തിയിട്ടാണ്. അപ്പോൾ മണ്ണാർക്കാട് വീഡിയോ എടുക്കാൻ മറന്നുപോയി അങ്ങോട്ട് പോകുന്ന ടൈമിൽ. പിന്നെ അവിടെ എത്തിയിട്ടാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് ഡ്രസ്സും അതേമാതിരിയൊക്കെ മേടിച്ചിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ നടന്നു കേട്ടോ. നടന്നപ്പോൾ നമുക്ക് ഒരു കോഡും മേടിച്ചിട്ടുണ്ടായിരുന്നു, അതേമാതിരി ഒരു സെറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പാൻറ്റ് കുപ്പായം മാത്രമായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ട്രൗസറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ട്രൗസർ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ഒരു കട ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ വേറെ ഒരു കടയിൽ കയറിയിട്ട് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൽ ഫുള്ള് നടക്കുന്ന വീഡിയോ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വീഡിയോ എടുക്കാനോ ഒരു ഇതുണ്ടായിരുന്നില്ല. ഞങ്ങളത് തന്നെ കുറച്ച് നേരം നടന്നിട്ടുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് അപ്പുറത്ത് എത്തിയപ്പോഴത്തേനും അതായി. പിന്നെ ഓട്ടോറിക്ഷ എടുത്തിട്ടാണ് അൽമ ഹോസ്പിറ്റലിലായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് പോയിട്ട് ഇത് നെക്സ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് മേടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഓട്ടോക്ക് വേണ്ടിയിട്ട് നടന്നു. കാരണം ഉമ്മാക്ക് അറിയില്ല അൽമ ഹോസ്പിറ്റൽ എവിടെയെന്ന്, എനിക്കും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ നടന്നു കേട്ടോ. അവിടെ കാണുന്ന ഒരു ഓട്ടോയിൽ എന്ന് വെച്ചാൽ ആ കാണുന്ന ഒരു ഓട്ടോയിൽ കയറിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു കുറച്ച് ദൂരം, ഒരു 20 രൂപ 30 രൂപക്കൊക്കെ ഉണ്ടാവുള്ളൂ. നടക്കാനുള്ള അത്ര ദൂരമുള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ ഞങ്ങൾ നടന്നിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞാൻ കരുതി ഇനിയും ദൂരമുണ്ട് കരുതിയിട്ട് ഓട്ടോറിക്ഷയിൽ ആ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് തൊട്ട് മുന്നായിട്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തു കേട്ടോ. എനിക്കറിയില്ലായിരുന്നു ഇപ്പോൾ അൽമ ഹോസ്പിറ്റലിൽ എത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിസ്റ്റേക്സ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്ന് ഒരു 2-3 മണി ആ ഒരു ടൈമിലൊക്കെയാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ എത്തിയിട്ട് റൂം നമ്പർ ചോദിച്ചിട്ട് പിന്നെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു കേട്ടോ കയറിയിട്ട് പിന്നെ അവിടെ പോയി. അവിടെ ആണെങ്കിൽ 3 വഴി അങ്ങോട്ടും ഇങ്ങോട്ടും ഏതിനും പോകണമെന്ന് അറിയുന്നില്ല. പിന്നെയാണ് കണ്ടത് റൂം നമ്പേഴ്സ് നമ്മളവിടെ എഴുതി വെക്കുമല്ലോ. അങ്ങനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് പിന്നെ തിരിച്ച് പോന്നു കേട്ടോ. തിരിച്ച് നടക്കുമ്പോഴത്തതാണ് കേട്ടോ. പിന്നെ ഇന്ന് മെഗാ റാലി ഉണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഈ തച്ചനാട്ടുകര പഞ്ചായത്തത്തെ എല്ലാ മദ്രസകളുടെയും പടക്കൂടിയിട്ടുള്ള മെഗാ റാലി അടിപൊളി റാലിയാണ്. അപ്പോൾ കണത്തിൽ ഞാൻ ഇതിൻ്റെ ലാസ്റ്റ് അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറേ ഫുട്ടുകളുണ്ട്. ഒരു 20 മിനിറ്റിനുള്ള വീഡിയോസ് ഉണ്ട്. പക്ഷെ ഞാൻ 4 മിനിറ്റിനായിട്ട് ചുരുക്കിയിട്ടാണ് കേട്ടോ വിട്ടിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ബസ് കയറിയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബസ് കയറി വീട്ടിലേക്ക് എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും പുറത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ മനസ്സിലായത് മെഗാ റാലിക്ക് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ പുറത്ത് നിൽക്കാനെന്ന്. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്ത് തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഒച്ച കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. ഇതാണ് കേസ് മെഗാ റാലി. മുന്നിലൊരു കുട്ടിയുണ്ടോ സ്കേറ്റിംഗ് ഷൂ ഇട്ടിട്ട് ഇങ്ങനെ പോകണമെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മേടിക്കാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ നെക്സ്റ്റ് ഒരു ടൈമിൽ നമുക്ക് അത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ നോക്കാം. പിന്നെ അടുത്തത്തെ ഉസ്താദുമാരും തച്ചനാട്ടുകര പഞ്ചായത്തിൽ എത്ര മദ്രസകളുണ്ടോ ആ മദ്രസകളിലൊക്കെ ഉള്ള ഉസ്താദുമാരും ഒക്കെ ഉണ്ട് കേട്ടോ. ഉസ്താദുമാരും അതേമാതിരി ബാക്കിയുള്ള അവരൊക്കെ സദർസാബും എല്ലാവരും ഉണ്ട്. ഇതിന് ശേഷം കുറേ കുട്ടികളതിന് ശേഷമാണ് നമ്മളുടെ ഇതുള്ളത് കുട്ടികളുടെ ദഫുള്ളത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം എല്ലാ ഉസ്താദന്മാരും ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. അത് മുഴുവനും കാണാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. ചെറിയൊരു ബ്ലോഗ് മാതിരി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയും ആൾക്കാർ വലിയ ആയതുകൊണ്ട് തന്നെ വലിയ വണ്ടികൾക്കൊന്നും പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ ഈ സൈഡിൽ നിന്നുള്ള വണ്ടികളൊക്കെ ഇതിനെ തന്നെ പോകണ്ടേ. അപ്പോൾ പിന്നെ വലിയ വണ്ടികൾ ചില സമയത്ത് അവിടെ ബ്ലോക്ക് അവിടെ നിൽക്കേണ്ടിയൊക്കെ വരും. എനിവേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ.
ഞങ്ങളിവിടെ വന്ന് അപ്പത്തിനും യാസ നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനക്ക് ഇങ്ങനത്തെ ഒക്കെ കാണുന്നതും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവന് ഈ ഇതിൻ്റെ മുന്നിൽ ഗേറ്റുണ്ട്, ഗേറ്റിന് ഒരു വിടവുണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കിയായിരുന്നു. ഇതൊക്കെ അവിടെ ഒരു ദർസുണ്ട്, അവിടുത്തെ ഉസ്താദ് കുട്ടികളാണ് തോന്നുന്നുണ്ട്. അവരെന്നെയായിരിക്കും, അല്ലെങ്കിൽ INIC ഉണ്ട്. അപ്പോൾ അവിടുത്തെ കുട്ടികൾ തന്നെ ആയിരിക്കും, യത്തീംഖാനുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇവിടെ നിന്നല്ല, ഇതിൻ്റെ തൊട്ട് പിന്നിൽ തുടങ്ങാണ് കേട്ടോ റാലിയും എല്ലാതും. റാലി ഇത് മെഗാ റാലിയാണ്. എല്ലാവരും നമ്മൾക്ക് പോകേണ്ടവർക്കൊക്കെ പോവാം. ഇതിൻ്റെ പിന്നിലാണ് ഞങ്ങളുടെ മദർസത്തെ ദഫ് കുട്ടികൾ. അതേമാതിരി തച്ചനാട്ടുകര പഞ്ചായത്തത്തെ മിക്ക ദഫ് കുട്ടികളും ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ സൗണ്ട് കേൾക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ 1 മിനിറ്റിലധികം സൗണ്ട് വെച്ച് ഇനി കോപ്പിറൈറ്റ് അങ്ങനെ വല്ല ഇഷ്യൂസ് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് സൗണ്ടൊന്നും വെക്കുന്നില്ല. അപ്പം ഞാൻ അതിലൊന്നും ഇതൊന്നും ഇല്ല, ജസ്റ്റ് പുറത്തു കൂടെയുള്ള ആ ഒരു സൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്ത് പറയണത്. ഇത് കേട്ടിട്ടും നമ്മൾ തന്നെ അത് ഭയങ്കര ഭംഗിയാണ്, കേൾക്കാൻ തന്നെ ഭയങ്കര രസമാണ്. കാണുമ്പോഴും കേൾക്കുമ്പോഴാണ് അതിൻ്റെ ഫിനിഷിംഗ് ഉള്ളത്. പക്ഷേ ഇതിൻ്റെ സൗണ്ട് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നില്ല. അപ്പുറത്തെ സൈഡിൽ കുറേ ചെറുക്കന്മാർ നിൽക്കണേൽ എൻ്റെ ബ്രദേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അവർ പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ്റെ കുറച്ച് കൂട്ടുകാരന്മാരൊന്നും പോയിട്ടുണ്ടായില്ല. അവർ പിന്നീട് അറിഞ്ഞേക്കണ തോന്നുന്നുണ്ട്, മെഗാ റാലി ഉണ്ട് എന്നുള്ള കാര്യം അവർ പിന്നീട് അങ്ങോട്ട് അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരിത് കഴിയാൻ വേണ്ടി കാത്തുക്കുക. ഇതാണെങ്കിൽ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എന്താ തുടങ്ങിയേക്കാണ്, എന്താ നമ്മളുടെ ദഫ് കുട്ടികളുടെ എല്ലാതും തുടങ്ങിയേക്കാണ്. നമ്മളുണ്ടല്ലോ ഫസ്റ്റ് മുതൽ കാണുമ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ കുട്ടികളാണ് അതിൽ രസമുണ്ടായിരുന്നത്. അടിപൊളിയായിരുന്നു അവരുടെ അടുത്ത് കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോഴത്തെ സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു. നല്ല ഭംഗിയാണ് ഇവരുടെ ദഫും ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ കമൻറ്റ് അറിയിക്കുക കേട്ടോ. നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് അറിയിക്കുക. ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു, പക്ഷെ അത് കോപ്പിറൈറ്റ് വന്നപ്പോൾ അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഒരു വലിയൊരു പാമ്പ് അത് കുടുങ്ങിക്കിടക്കുന്നത് എന്ത് വലുതാണെന്നറിയോ. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കുറേ പ്രാവശ്യം ഇടാൻ നോക്കി. ഞാൻ 2 പ്രാവശ്യം ഇട്ട് നോക്കി, പക്ഷെ അത് കോപ്പിറൈറ്റാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് ഇട്ടിട്ടില്ല. അപ്പോൾ എന്താ, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ബൈ.